മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി. വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സംസ്ഥാന പോലീസ് മേധാവിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് റഫീഖ് ചേരുകയാണ് വിവരങ്ങളുമായി. റഫീഖ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കിടയിലാണ് ഈ തരത്തിൽ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. അത് എവിടെ നിന്നുള്ള നിർദ്ദേശമാണ്, ആരാണ് അതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നത്? മഹേഷ്, ഇന്നലെ നടന്ന പോലീസ് നടപടി സംബന്ധിച്ചാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയോടും അതുപോലെ തന്നെ DGPയോടും റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പോലീസ് നടപടിയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും 3 ദിവസത്തിൽ നൽകണമെന്നും അതുപോലെ ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടായാൽ എന്തെല്ലാം നടപടി സ്വീകരിക്കണമെന്നുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലും വലിയൊരു സംഭവവികാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മലയിടം തുരുത്തിലെ ഒഴിപ്പിക്കൽ 3 ദിവസത്തിനകം 23-ാം തീയതിക്കകം പൂർത്തിയാക്കണമെന്ന് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ഇന്നലെ നടന്ന പോലീസ് നടപടിയുടെ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാനായിരുന്നില്ല. ഇത് സംബന്ധിച്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂരിലെ മുനിസിപ്പൽ കോടതി 23-ന് അകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നും 25-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ KSBയും മറ്റ് അധികൃതരും ചെയ്തു നൽകണമെന്നും അഡ്വക്കേറ്റ് കമ്മീഷനും ആമയും മറ്റ് അധികൃതർക്കും എല്ലാവിധ സുരക്ഷയും ആലുവ റൂറൽ പോലീസ് ചീഫ് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പോലീസ് ചീഫിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും കൈമാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ശനിയാഴ്ച വീണ്ടും കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ശനിയാഴ്ച കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവും. അതുപോലെ തന്നെ തിങ്കളാഴ്ചക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. എല്ലാ രീതിയിലും കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കി മാത്രമേ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാവൂ എന്നുള്ള രീതിയിലാണ് മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ്.